Hi friends, ഇന്ന് നമുക്ക് മീൻ വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത് കുടംപുളി നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ വേണ്ടത് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി, ഒരു 20 ചുവന്നുള്ളിയൊക്കെ നന്നായി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാവും ഉലുവ. അതൊന്ന് പൊട്ടി വരട്ടെ. നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാവരും ചേർത്തെടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ കരിഞ്ഞ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മീഡിയം തീയിലായിട്ടാണ് ഇത് വഴറ്റുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർക്കാങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തീ കുറച്ചിടാം, അല്ലെങ്കിൽ പൊടി ഇട്ട ഉടനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഇതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിട്ട് നന്നായി ഇത് കിടന്നങ്ങോട്ട് മൂക്കട്ടെ.
അപ്പം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഇളക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഈ പുളി ആ വെള്ളത്തിപ്പാടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. വെള്ളം നമുക്ക് മീൻ മുങ്ങിക്കിടക്കാവുന്ന അത്ര വെള്ളം മതി. ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി പോരങ്ങി നമുക്ക് മീനിട്ടിട്ട് പോരങ്ങി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അത് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മീൻ നന്നായി തിളക്കുകയാണ്. നമുക്കിതൊന്ന് പതുക്കെ ആക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇപ്പം ഇച്ചിരിയും കൂടിയാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു കണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണ് ഇതിലേക്ക്. കൂടി ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കിത് കുറച്ച് നേരം തുറന്നിട്ട് വേവിച്ചാൽ ആ വെള്ളമൊക്കെ ശരിക്കും നന്നായി വറ്റി കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയും ചാറ് വേണം, അതാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു.